വിശദമായി മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും കിഫ്ബി ഭരണസമിതി അംഗവുമായിരുന്ന ഡോക്ടർ ബാബു പോൾ അന്തരിച്ചു. നവകേരള നിർമ്മാണ പദ്ധതികളുടെ മുഖ്യ ഉപദേശകനായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. എഴുത്തുകാരനും മുതിർന്ന IAS ഉദ്യോഗസ്ഥനുമായിരുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ റിനു ചേരുകയാണ്. റിനു, എപ്പോഴാണ് അന്ത്യം സംഭവിച്ചത്? ഇപ്പോഴും മൃതദേഹം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ തന്നെയാണോ? ജിജി, ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. സമൂഹത്തിലെ ചലനങ്ങൾ ജാഗ്രതയോടെ നിരീക്ഷിക്കുകയും ഇടപെടുകയും ചെയ്ത സാംസ്കാരിക പ്രവർത്തകനെയാണ് നഷ്ടമായത് എന്നുള്ള ഒരു അനുശോചനം മുഖ്യമന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം ഉണ്ട് എന്നുള്ളതാണ്. ബന്ധുക്കളും അതുപോലെ തന്നെ സുഹൃത്തുക്കളും ഒക്കെ തന്നെ ഇപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം ഇന്ന് അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ എറണാകുളത്തെ കുടുംബ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും തുടർന്ന് നാളെ വൈകുന്നേരം 4 മണിയോടുകൂടി സംസ്കാരം കുറുപ്പുംപടി സെന്റ് മേരീസ് പള്ളിയിൽ നടത്തും എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. എന്തായാലും വലിയ ഒരു നഷ്ടം തന്നെയാണ് കേരള സമൂഹത്തിന് ഉണ്ടായിട്ടുള്ളത്. വലിയ ഒട്ടേറെ സംഭാവനകൾ സാഹിത്യ മേഖലകളിലും ഒപ്പം ഔദ്യോഗിക മേഖലകളിലും സാധാരണക്കാർക്ക് ലഭിച്ച ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. വലിയ ഒരു നേട്ടങ്ങൾ ഔദ്യോഗിക മേഖലയിൽ കൈവരിക്കുവാൻ ബാബു പോളിന് കഴിഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് സാംസ്കാരിക ലോകവും ഒപ്പം മറ്റ് രാഷ്ട്രീയ മേഖലകളിൽ ഉൾപ്പെടെയുള്ളവർ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. സിവിൽ സർവീസിൽ മലയാളത്തിന്റെ ആത്മാവ് ഉൾച്ചേർത്ത ഭരണകർത്താവായും എഴുത്തുകാരനായും ഇദ്ദേഹത്തെ നമുക്ക് കാണേണ്ടി വരും. ഹൃദ്രോഗത്തെ തുടർന്നാണ് ഇന്നലെ ആശുപത്രിയിൽ കുറച്ചു ദിവസമായി ചികിത്സയിലായിരുന്നു. NDAയുടെ ഒരു ഇലക്ഷൻ കമ്മിറ്റി ഓഫീസാണ് അവസാനമായ ഒരു ഔദ്യോഗിക പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്തത്. അത് 4-5 ദിവസത്തിന് മുമ്പായിരുന്നു തിരുവനന്തപുരത്തെ. അതിനുശേഷമായിരുന്നു അദ്ദേഹത്തിന് ഹൃദ്രോഗം ഉണ്ടാകുകയും മൂർച്ഛിക്കുകയും തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത് എന്നുള്ളതാണ്. വലിയ ഒരു, അതായത് ഇടുക്കിയിലെ ആർച്ച് ഡാമിലെ വൈദ്യുത പദ്ധതി ഉൾപ്പെടെയുള്ളവ കൊണ്ടുവന്ന് വലിയ നേട്ടം കൈവരിച്ച ഒരാളായിരുന്നു അദ്ദേഹം. അത്തരത്തിൽ ഔദ്യോഗിക മേഖലയിൽ വലിയ രീതിയിലുള്ള ചലനങ്ങൾ സൃഷ്ടിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം സാഹിത്യ മേഖലകളിലും ഒട്ടേറെ സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ട് ഉൾപ്പെടെയുള്ള പദവികൾ വഹിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. 59ാമത്തെ വയസ്സിൽ അദ്ദേഹം സ്വയം വിരമിച്ചുകൊണ്ട് ഓംബുഡ്സ്മാൻ പദവിയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഒരു തീരാനഷ്ടം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ബാബു പോളിന്റെ നിര്യാണത്തിൽ അത്ര കണ്ട് ഔദ്യോഗിക കൃത്യ നിർവഹണത്തിൽ, അതായത് ഔദ്യോഗിക ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ, അതായത് ആരോടും എന്തും അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ ശരിയും തെറ്റും തിരിച്ചറിഞ്ഞുകൊണ്ട് ഏത് ഉന്നതരാണെങ്കിൽ പോലും അവരുടെ മുഖത്ത് നോക്കി പറയുവാൻ ചങ്കുറ്റമുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ബാബു പോൾ എന്നുള്ളതാണ്. എറണാകുളം ജില്ലയിലെ കുറുപ്പുംപടിയിലാണ് അദ്ദേഹം ജനിച്ചത്. 1941 കുറുപ്പുംപടി MGM ഹൈസ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം നേടി. ആലുവ UC കോളേജിൽ, അതുപോലെ തന്നെ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും മദ്രാസ് സർവകലാശാല എന്നിവിടങ്ങളിലുമാണ് അദ്ദേഹം പഠിച്ചത്. MA ഉൾപ്പെടെയുള്ള MAക്ക് പഠിക്കുമ്പോൾ ഉൾപ്പെടെ റാങ്ക് ഹോൾഡർ ആയിരുന്നു അദ്ദേഹം. IASലും 7ാം റാങ്ക് കരസ്ഥമാക്കിക്കൊണ്ടാണ് അദ്ദേഹം വലിയ രീതിയിലുള്ള ഒരു വിജയം കരസ്ഥമാക്കിയത് എന്നുള്ളതാണ്. എഴുത്തുകാരൻ, പ്രഭാഷകൻ എന്നീ നിലകളിലും അദ്ദേഹം വ്യക്തിമുദ്ര തന്റേതായി പതിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ പ്രോജക്ട് കോർഡിനേറ്ററും അതുപോലെ തന്നെ സ്പെഷ്യൽ കളക്ടറുമായി 1971 മുതൽ പ്രവർത്തിച്ചു. ഇടുക്കി ജില്ല നിലവിൽ വന്ന 1972 മുതൽ 75 വരെ അവിടെ ജില്ലാ കളക്ടറായിരുന്നു അദ്ദേഹം. ഒപ്പം ചീഫ് സെക്രട്ടറി പദവിയിൽ നിന്ന് സ്വമേധയാ വിരമിച്ച് ഓംബുഡ്സ്മാനായി 2001 സെപ്റ്റംബർ വരെ അദ്ദേഹം പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പ്രധാന എഴുത്തു മേഖല പരിശോധിക്കുമ്പോൾ കഥ ഇതുവരെ, അതുപോലെ തന്നെ സംഭവാമി യുഗേ, പള്ളിക്കെന്തിന് പള്ളിക്കുടം, അതുപോലെ തന്നെ ഉൽപ്പത്തി രഹസ്യം, കുട്ടികളുടെ ബൈബിൾ, വേദശബ്ദ രത്നാകരം, അതുപോലെ തന്നെ നിലാവിൽ വിരിഞ്ഞ കാപ്പിപ്പൂക്കൾ, സ്മരണ, ഗിരിപർവം തുടങ്ങി 30ഓളം കൃതികൾ അദ്ദേഹം തന്റേതായി രചിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം ബൈബിൾ പണ്ഡിതന് കൂടിയായിട്ടുള്ള അദ്ദേഹം ബൈബിൾ വിജ്ഞാനകോശമായ വേദശബ്ദ രത്നാകരം എന്ന് പറയുന്ന ഒരു കൃതിയും രചിച്ചിട്ടുണ്ട്. 2000-ലെ വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അദ്ദേഹം നേടി. വിവിധ മാധ്യമങ്ങളിൽ ഏറെ നാൾ അദ്ദേഹം പങ്ക്തി എഴുതിയിട്ടുണ്ട്. ഒപ്പം ചർച്ചകളിലും
ഒക്കെ സംവാദങ്ങളിലും ഒക്കെ തന്നെ പങ്കെടുത്ത ഒരു നിറസാന്നിധ്യമായിരുന്നു അദ്ദേഹം. ബൈബിൾ പണ്ഡിതൻ കൂടിയായിരുന്ന അദ്ദേഹം ഒരിക്കലും തന്റെ നിലപാടുകളിൽ നിന്ന് വിട്ടുവീഴ്ചകളില്ലാത്ത വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. ഒപ്പം പ്രളയം കേരളത്തെ വിഴുങ്ങിയപ്പോൾ കേരള സർക്കാരിന്റെ ഇടപെടലിനെ കുറിച്ച് ഒട്ടേറെ വാദോരാതെ സംസാരിക്കുകയായിരുന്നു ഡോക്ടർ ബാബു പോൾ. സർക്കാരിന്റെ ഇടപെടലിനെ വലിയ രീതിയിൽ പരാമർശിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം. ഒപ്പം നവകേരള നിർമ്മാണത്തിനും നവകേരള സൃഷ്ടിക്കും ഒരു ഉപദേശകൻ കൂടിയായി അദ്ദേഹം നിലകൊണ്ടു എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ വിയോഗം അത്ര കണ്ടങ്ങ് ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലാണ്. അത്രയ്ക്കും സംഭാവനകളാണ് കേരളത്തിൽ ബാബു പോൾ നൽകിയിട്ടുള്ളത്. ജീന, റിനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടുക്കി കളക്ടർ പദവിയിലിരുന്നു കൊണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ ആശ്രമമായ ഇടുക്കി ജലവൈദ്യുത പദ്ധതി പൂർത്തീകരിച്ചത് ഡോക്ടർ ബാബു പോളിന്റെ ഏറ്റവും വലിയ ഭരണ നേട്ടങ്ങളിൽ ഒന്നു തന്നെയാണ്. ഇടുക്കിക്ക് എത്രത്തോളം ജനകീയനായിരുന്ന ഒരു നേതാവായിരുന്നു ഡോക്ടർ ബാബു പോൾ? തീർച്ചയായും വലിയ ജനകീയനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. കാര്യം സാധാരണക്കാർക്ക് എപ്പോ വേണമെങ്കിലും അദ്ദേഹത്തോട് തങ്ങളുടെ സങ്കടം ഉണർത്തിക്കുവാനുള്ള ഒരു സാഹചര്യം അദ്ദേഹം ഉണ്ടാക്കി നൽകിയിരുന്നു. സാധാരണക്കാരോട് അവരുടേതായ വിഷമങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്. കാരണം അദ്ദേഹം വളർന്നു വന്നൊരു സാഹചര്യവും ചുറ്റുപാടും പരിശോധിക്കുമ്പോൾ സാധാരണക്കാർക്ക് ഒട്ടേറെ പ്രാമുഖ്യം അദ്ദേഹം നൽകിയിരുന്നു എന്നുള്ളതാണ്. ഒപ്പം പഠനത്തിലും എഴുത്തിലും പ്രാസംഗിക മേഖലകളിലും ഒക്കെ തന്നെ തന്റേതായിട്ടുള്ള കഴിവ് അദ്ദേഹം ഒരു വ്യക്തിമുദ്ര അദ്ദേഹം പതിപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രിയും ഇപ്പോൾ അദ്ദേഹത്തിന്റെ വേർപാട് അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സിവിൽ സർവീസിൽ മലയാളത്തിന്റെ ആത്മാവ് ഉൾച്ചേർത്ത ഭരണകർത്താവായും എഴുത്തുകാരനായും പ്രഭാഷകനുമായും ഒക്കെ തന്നെ നമുക്ക് അദ്ദേഹത്തെ കരുതാം എന്നുള്ളതാണ്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഔദ്യോഗിക ജീവിതത്തിൽ ഒപ്പം സാംസ്കാരിക മേഖലകളിലും എഴുത്തിന്റെ മേഖലകളിലും ഒക്കെ തന്നെ അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു. രാവിലെ 9 മണിക്ക് മൃതദേഹം പുന്നൽ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ പള്ളിയിൽ പ്രദർശനത്തിന് വെക്കും ഇന്ന്. അതിനുശേഷം 12 മണിക്ക് കുറവൻകോണം മമ്മീസ് കോളനിയിലെ വസതിയിൽ എത്തിക്കും. തുടർന്നാണ് നാളെ 4 മണിക്ക് പെരുമ്പാവൂരിനടുത്ത് കുറുപ്പുംപടി യാക്കോബായ പള്ളിയിൽ സംസ്കാരത്തിനായി കൊണ്ടുപോവുക. അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി വിരമിച്ച അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഓംബുഡ്സ്മാനായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ കുടുംബം പരിശോധിക്കുമ്പോൾ പരേതയായ അന്ന ബാബു പോൾ ആണ് അദ്ദേഹത്തിന്റെ ഭാര്യ. മക്കൾ മറിയം ജോസഫ്, അതുപോലെ തന്നെ ചെറിയാൻ സി പോള് എന്നിവരാണ് ഇദ്ദേഹത്തിന്റെ മക്കൾ. എറണാകുളം കുറുപ്പുംപൊടി ചീരത്തോട്ടത്തിൽ PA പൗലോസിന്റെയും അതുപോലെ തന്നെ മേരി പോളിന്റെയും മകനായി 1941 അദ്ദേഹത്തിന്റെ ജനനം. പഠിക്കുമ്പോൾ തന്നെ മിടുക്കനായിട്ടുള്ള ഒരു ആളായിരുന്നു ബാബു പോൾ എന്ന ആ വ്യക്തി. എല്ലാ ക്ലാസ്സുകളിലും ഒന്നാമതായി എത്തി. ഒപ്പം IAS-ൽ 7ാം റാങ്ക് കരസ്ഥമാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു അടയാളം രേഖപ്പെടുത്തി എന്നുള്ളതാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇടുക്കി കളക്ടർ പദവിയിലിരുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാമായ ഇടുക്കി ജലവൈദ്യുത പദ്ധതി പൂർത്തിയാക്കിയതാണ് ഏറ്റവും വലിയ ഭരണ നേട്ടങ്ങളിൽ ഒന്ന് എന്ന് തന്നെ പറയാം. മലയാളത്തിൽ പ്രാവീണ്യമുണ്ടായിരുന്ന ബാബു പോൾ മലയാളത്തിൽ തന്നെ ഫയൽ എഴുതണമെന്ന നിർബന്ധ ബുദ്ധിക്കാരനായിരുന്നു സർക്കാർ ഔദ്യോഗിക ജീവിതത്തിൽ. അത് അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രത്യേകതയായി തന്നെ നമുക്ക് കാണാം. ജൂനിയർ എഞ്ചിനീയറായി സർക്കാർ സർവീസിൽ പ്രവേശിച്ച ശേഷമാണ് ബാബു പോൾ സിവിൽ സർവീസ് രംഗത്തേക്ക് വരികയും സിവിൽ സർവീസ് എഴുതി എടുക്കുകയും ചെയ്യുന്നത്. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ചെയർമാൻ എന്ന നിലയിലും അതുപോലെ തന്നെ ധനം, പൊതുവിദ്യാഭ്യാസം, ടൂറിസം, സാംസ്കാരിക വകുപ്പുകളുടെയും സെക്രട്ടറിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു എന്നുള്ളതാണ്. സാംസ്കാരിക സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് എഴുത്തച്ഛൻ പുരസ്കാരം സർക്കാർ തലത്തിൽ അദ്ദേഹം കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. ഒപ്പം KSRTC MD തുടങ്ങിയ പദവിയിലും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 21ാം വയസ്സിൽ, എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, 21ാം വയസ്സിലാണ് സർക്കാർ സർവീസിൽ അദ്ദേഹം പ്രവേശിക്കുന്നത്. തുടർന്ന് 59ാമത്തെ വയസ്സിൽ IAS-ൽ നിന്ന് സ്വമേധയാ വിരമിച്ച് ഓംബുഡ്സ്മാൻ സ്ഥാനം സ്വീകരിക്കുകയായിരുന്നു. 2001 സെപ്റ്റംബറിലാണ് ഔദ്യോഗിക ജീവിതത്തോട് അദ്ദേഹം വിട പറയുന്നത്. തുടർന്ന് എഴുത്തിന്റെ മേഖലകളിലേക്ക് സജീവമാകുകയായിരുന്നു. ഒപ്പം ചർച്ചകളുടെയും സംവാദങ്ങളുടെയും പ്രസംഗങ്ങളുടെയും ലോകത്തേക്കും അദ്ദേഹം വഴിമാറി സഞ്ചരിച്ചു എന്ന് തന്നെ പറയാം. അതായത് സിവിൽ സർവീസ് മേഖലയിൽ മിടുക്കരെ വളർത്തിയെടുക്കാനായി സ്ഥാപിച്ച കേരള സിവിൽ സർവീസ് അക്കാദമിയുടെ മെന്റർ എമരറ്റ്സ് ആയിരുന്നു അദ്ദേഹം. ഒപ്പം 4000 ടൈറ്റിലുകളും 6 ലക്ഷം
അറിവുകളും ഉൾക്കൊള്ളുന്ന വേദശബ്ദ രത്നാകരം എന്ന ബൈബിൾ ഗ്രന്ഥം ഉൾപ്പെടെ നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം സാഹിത്യ ലോകത്തിന് സംഭാവന നൽകിയിട്ടുണ്ട്. ഒപ്പം 30ഓളം കൃതികളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിനെ ഈ സാഹിത്യ ലോകത്തിൽ എഴുത്തിന്റെ ലോകത്തേക്ക് എടുത്തു പറയാൻ കഴിയുക. എന്തായാലും ബാബു പോൾ നിര്യാണം സാംസ്കാരിക ലോകത്തും അതുപോലെ തന്നെ എഴുത്തിന്റെ അതുപോലെ തന്നെ രാഷ്ട്രീയ മേഖലകളിലും ഉള്ളവർ ഉറ്റുനോക്കുന്നത് വലിയ ഒരു നഷ്ടം തന്നെയെന്നാണ് ജിജി. മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും കിഫ്ബി ഭരണസമിതി അംഗവുമായിരുന്ന ഡോക്ടർ ബാബു പോൾ അന്തരിച്ചു. നവകേരള നിർമ്മാണ പദ്ധതികളുടെ മുഖ്യ ഉപദേശകനായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വിവരങ്ങളാണ് റീനു ശ്രീധർ നൽകിയത്. നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത വ്യക്തിത്വത്തിനുടമയായിരുന്നു ഡി ബാബു പോൾ. ശരിതെറ്റുകൾ അത് എത്ര വലുതായാലും ഏത് ഉന്നതർക്ക് മുന്നിലും അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു. സാധാരണക്കാരോടുള്ള ബാബു പോളിന്റെ സമീപനമായിരുന്നു മറ്റ് IAS ഉദ്യോഗസ്ഥരിൽ നിന്ന് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയത്. എറണാകുളം ജില്ലയിലെ കുറുപ്പുംപടിയിൽ ചിരോത്തോട്ടം PA പൗലോസ് കോർപ്പിസ്കോപ്പിയുടെയും മേരി പോളിന്റെയും മകനായി 1941 ജനനം. കുറുപ്പുംപടി MGM ഹൈസ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടി. ആലുവ UC കോളേജ്, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ്, മദ്രാസ് സർവകലാശാല എന്നിവിടങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം. ഹൈസ്കൂളിൽ തിരുവിതാംകൂർ മഹാരാജാവിന്റെയും സർവകലാശാലയിൽ കേന്ദ്ര സർക്കാരിന്റെയും സ്കോളർഷിപ്പോടെ പഠനം. എഞ്ചിനീയറിംഗും ബിരുദാനന്തര ബിരുദവും നേടിയ ശേഷം 1964 IASൽ പ്രവേശിച്ചു. എഴുത്തുകാരൻ, പ്രഭാഷകൻ എന്നീ നിലകളിൽ പ്രശസ്തി നേടി. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ പ്രോജക്ട് കോർഡിനേറ്ററും സ്പെഷ്യൽ കളക്ടറുമായി 1971 മുതൽ പ്രവർത്തിച്ചു. ഇടുക്കി ജില്ല നിലവിൽ വന്ന 1972 മുതൽ 1975 വരെ ജില്ലാ കളക്ടറായിരുന്നു. വല്ലാർപാടം പദ്ധതിക്ക് ഹരിശ്രീ കുറിച്ചപ്പോൾ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ ചെയർമാനായിരുന്നു അദ്ദേഹം. സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിയുമായും അദ്ദേഹം പ്രവർത്തിച്ചു. ചീഫ് സെക്രട്ടറി പദവിയിൽ നിന്ന് സ്വമേധയാ വിരമിച്ച് ഓംബുഡ്സ്മാനായി 2001 സെപ്റ്റംബർ വരെ പ്രവർത്തിച്ചു. കഥ ഇതുവരെ, സംഭവാമി യുഗേ യുഗേ, പള്ളിക്കെന്തിന് പള്ളിക്കൂടം, ഉൽപ്പത്തി രഹസ്യം, കുട്ടികളുടെ ബൈബിൾ, വേദശബ്ദ രത്നാകരം, ക്രെംലിൻ ബെർലിൻ, നിലാവിൽ വിരിഞ്ഞ കാപ്പിപ്പൂക്കൾ, സ്മരണ, ഗിരിപർവം തുടങ്ങി 30ഓളം കൃതികൾ രചിച്ചിട്ടുണ്ട്. ബൈബിൾ വിജ്ഞാനകോശമായ വേദശബ്ദ രത്നാകരം 2000 വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടി. വിവിധ മാധ്യമങ്ങളിൽ ഏറെനാൾ അദ്ദേഹം പംക്തികൾ കൈകാര്യം ചെയ്തിരുന്നു. ബൈബിൾ പണ്ഡിതൻ കൂടിയായിരുന്ന ബാബു പോൾ നിലപാടുകളിൽ ഒരിക്കലും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിരുന്നില്ല. പാവപ്പെട്ടവരെക്കുറിച്ച് എപ്പോഴും കരുതലുള്ള വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ദാനം മഹത് കർമ്മമാണെന്നും അത് നഗരസഭയുടെ ഖരമാലിന്യ നിർമ്മാർജ്ജനം പോലെ വേണ്ടാത്തത് ഒഴിവാക്കലല്ലെന്നും ബാബു പോൾ തന്റെ മിക്ക പ്രഭാഷണങ്ങളിലും ഓർമ്മിപ്പിച്ചിരുന്നു. പിറന്നാളിന് സദ്യയൊരുക്കി മിച്ചം വരുന്നത് അനാഥാലയത്തിൽ കൊടുക്കുന്നതും തടിവയ്ക്കുമ്പോൾ ചേരാതെ വരുന്ന ഷർട്ട് ദാനം ചെയ്യുന്നതും ദാനമല്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. പിറന്നാളിന് അനാഥാലയത്തിൽ അനാഥർക്കൊപ്പം സദ്യ ഉണ്ണുമ്പോഴേ അത് ദാനമാകൂ, അല്ലെങ്കിൽ അവരെ സ്വന്തം വീട്ടിൽ വിളിച്ചു വരുത്തി അവരോടൊപ്പം സദ്യ കഴിക്കുമ്പോഴോ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്ത്രങ്ങൾ അന്യർക്ക് നൽകുമ്പോഴോ അത് ദാനമാകൂ എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. ശരിതെറ്റുകൾ അതെന്തായാലും ആരെയും കൂസാതെ വിളിച്ചു പറയാൻ ബാബു പോൾ ഒരിക്കലും മടി കാണിച്ചിരുന്നില്ല. അത് എത്ര ഉന്നതരായാലും. ബാബു പോൾ ഓർമ്മയാകുമ്പോൾ അത് സാംസ്കാരിക ഭരണരംഗങ്ങളിൽ തീർത്തും വ്യത്യസ്തമായ മുദ്ര പതിപ്പിച്ചുകൊണ്ടാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാബു പോളിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി അനുശോചിച്ചു. സമൂഹത്തിലെ ചലനങ്ങൾ ജാഗ്രതയോടെ നിരീക്ഷിക്കുകയും ഇടപെടുകയും ചെയ്ത സാംസ്കാരിക പ്രവർത്തകനാണ് ബാബു പോളിന്റെ നിര്യാണത്തിലൂടെ നഷ്ടമായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സാംസ്കാരിക മുഖമുള്ള ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. സാമൂഹ്യ പ്രതിബദ്ധതയോടെ സർവീസിൽ പ്രധാന വകുപ്പുകളുടെ ചുമതലകൾ നിർവഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എഴുത്തുകാരൻ, പ്രഭാഷകൻ എന്നീ നിലകളിലും ശ്രദ്ധേയനായിരുന്ന ബാബു പോളിന്റെ നിര്യാണം കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക മേഖലയ്ക്ക് കനത്ത നഷ്ടമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വിജയസങ്കല്പ റാലി നടത്താൻ കോഴിക്കോടെത്തിയ നരേന്ദ്രമോദി ആദ്യം സ്വന്തം പാർട്ടിക്കാർ BJPക്ക് തന്നെ വോട്ട് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വോട്ട് കച്ചവടം ഉറപ്പിച്ച കേരളത്തിലെ BJPക്കാരെ പിന്തിരിപ്പിക്കാൻ മോദിക്ക് കഴിയുമോ എന്നും പിണറായി വിജയൻ ചോദിച്ചു. അവിശുദ്ധ കൂട്ടുകെട്ടുകൊണ്ട് ഇടതുപക്ഷത്തെ തോൽപ്പിക്കാമെന്നത് വ്യാമോഹം മാത്രമാണെന്നും പിണറായി വിജയൻ കണ്ണൂർ ഇരിട്ടിയിൽ പറഞ്ഞു. വോട്ട് കച്ചവടം ശീലമാക്കിയവരാണ് കേരളത്തിലെ BJP നേതാക്കളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇടക്കാലത്ത് BJP ദേശീയ നേതൃത്വം ഇടപെട്ട് ഇതിന് തടയിടാൻ നോക്കി. എന്നാൽ കച്ചവടശീലം മാറ്റാൻ കേരളത്തിലെ BJP നേതാക്കൾക്ക് കഴിഞ്ഞില്ല. ഈ തിരഞ്ഞെടുപ്പിലും BJPയും കോൺഗ്രസും തമ്മിൽ കച്ചവടം ഉറപ്പിച്ചു കഴിഞ്ഞു. BJP സ്ഥാനാർത്ഥികൾ തിരിഞ്ഞു നോക്കുമ്പോൾ അണികളെ കാണുന്നില്ല എന്നതായി സ്ഥിതി. വിജയസങ്കല്പ റാലി നടത്താൻ കോഴിക്കോട് വന്ന മോഡിക്ക് വോട്ട് കച്ചവടം ഉറപ്പിച്ച BJP നേതാക്കളെ പിന്തിരിപ്പിക്കാൻ കഴിയുമോ എന്നും പിണറായി ചോദിച്ചു. നരേന്ദ്രമോദി കോഴിക്കോട് വന്നിട്ട് ഇന്നൊരു റാലി അവിടെ നടത്തുന്നത്, വിജയസങ്കല്പ റാലി, സാങ്കല്പിക വിജയമല്ല, വിജയസങ്കല്പ റാലി. നരേന്ദ്രമോദി പ്രധാനപ്പെട്ട BJP നേതാവാണല്ലോ.
കേരളത്തിലെ BJP നേതാക്കന്മാര് ആദ്യം BJPക്ക് വോട്ട് ചെയ്യുമെന്ന് ഉറപ്പുവരുത്തുക, ഈ വോട്ട് കച്ചവടത്തിന് നിൽക്കില്ല എന്ന് ഉറപ്പുവരുത്തുക. പലരും ആ വോട്ട് കച്ചവടം ഇപ്പൊ ഉറപ്പിച്ചിരിക്കുകയാണ്. ആ കച്ചവടം ഉറപ്പിച്ച BJPക്കാരെ പിന്തിരിപ്പിക്കാൻ നരേന്ദ്രമോദി കഴിയോ? ഇതാണ് നോക്കേണ്ടത്. കോൺഗ്രസ് തിരിച്ച് BJPയെയും സഹായിക്കും. കേരള നിയമസഭയിൽ BJPക്ക് അക്കൗണ്ട് തുറന്നു കൊടുത്തത് കോൺഗ്രസ് ആണ്. നേമത്തെ UDF സ്ഥാനാർത്ഥിയായിരുന്ന സുരേന്ദ്രൻ പിള്ളയ്ക്ക് കോൺഗ്രസിന്റെ വഞ്ചനയുടെ കഥയാണ് പറയാനുള്ളത്. ഇത്തവണയും കേരളത്തിൽ കോൺഗ്രസും BJPയും കച്ചവടം ഉറപ്പിച്ചെങ്കിലും അവിശുദ്ധ കൂട്ടുകെട്ടിനെ ഇടതുപക്ഷത്തെ തടയാനാകില്ലെന്നും കണ്ണൂർ ഇരിട്ടിയിൽ LDF പൊതുയോഗത്തിൽ പിണറായി വിജയൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. നികുതി വെട്ടിപ്പ് നടത്തിയ പലരും കേരളത്തിൽ വന്ന് വോട്ട് അഭ്യർത്ഥിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി. ഇവരോട് സ്വന്തം മണ്ഡലത്തിൽ എന്ത് ചെയ്തുവെന്ന് വോട്ടർമാർ ചോദിക്കണമെന്നും പ്രധാനമന്ത്രി കോഴിക്കോട് പറഞ്ഞു. രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോഴിക്കോട് നടത്തിയത്. NDA റാലിയിൽ നികുതി വെട്ടിപ്പ് നടത്തി രക്ഷപ്പെടാൻ ചിലർ കേരളത്തിൽ വന്ന് വോട്ടഭ്യർത്ഥിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതേസമയം സ്വന്തം മണ്ഡലത്തിൽ എന്താണ് കഴിഞ്ഞ തവണ ചെയ്തതെന്ന് വോട്ടർമാർ രാഹുൽ ഗാന്ധിയോട് ചോദിക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. Beware of those people who come to Kerala not to serve you but to save themselves. When such leaders or their party members come to ask for your vote, ask them to tell you about their poor performance in seat they currently represent. They will have nothing to say. BJP ബദൽ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുകയാണ്. ഇരുപക്ഷവും LDFും UDFും ഒന്ന് തന്നെയാണെന്നും മോദി സൂചിപ്പിച്ചു. ഡൽഹി തുഗ്ലക് റോഡിൽ താമസിക്കുന്ന കോൺഗ്രസ് നേതാവിലേക്കാണ് മധ്യപ്രദേശിൽ പിടിച്ച കള്ളപ്പണത്തിന്റെ അന്വേഷണം എത്തിയതെന്നും മോദി പറയുകയുണ്ടായി. മുത്തലാഖ് പോലുള്ള വിഷയങ്ങളിൽ ന്യായീകരണവുമായി UDFും LDFും വരുന്നു. JNU പോലുള്ള ക്യാമ്പസുകൾ വിഘടനവാദ ഗ്രൂപ്പുകൾ വളർത്തുന്നതും ഇവർ തന്നെയാണെന്നും മോദി സൂചിപ്പിച്ചു. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAയെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ധനമന്ത്രി തോമസ് ഐസക്. കൊച്ചി മെട്രോയ്ക്ക് 10.8% നിരക്കിൽ UDF കാലത്ത് 1300 കോടി രൂപ വായ്പ സംഘടിപ്പിച്ചപ്പോൾ എത്ര രൂപ കമ്മീഷൻ കൈപ്പറ്റിയെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കണമെന്ന് മന്ത്രി പറഞ്ഞു. ഇത്രയും ദിവസം രമേശ് ചെന്നിത്തലയായിരുന്നില്ലല്ലോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത്. ഇനി ചില ചോദ്യങ്ങൾക്ക് ചെന്നിത്തല മറുപടി പറയണമെന്നും മന്ത്രി തോമസ് ഐസക് പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പിന് 9 ദിവസം ശേഷിക്കെ കടുത്ത രാഷ്ട്രീയ മത്സരമാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ നടക്കുന്നത്. ആദ്യ 2 ഘട്ട പ്രചാരണം പൂർത്തിയാക്കി സി ദിവാകരൻ ഏറെ മുന്നേറി നിൽക്കുമ്പോൾ പാർട്ടിക്കുള്ളിലെ ഭിന്നതകളെ അതിജീവിക്കാൻ ശശി തരൂർ പോരാടുകയാണ്. കുമ്മനം രാജശേഖരനാകട്ടെ കന്നിക്കോടി പാറിക്കാനായുള്ള ശ്രമത്തിലുമാണ്. വാശിയേറിയ രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ നടക്കുന്നത്. മണ്ഡലം തിരിച്ചുപിടിക്കാനായി LDFും 3-ാം അംഗത്തിലും വിജയക്കൊടി പാറിക്കാനായി UDFും ഒപ്പം തന്നെ കന്നി വിജയത്തിനായി BJPയും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് മണ്ഡലത്തിൽ നടത്തുന്നത്. തലസ്ഥാന നഗരിയിൽ ആവേശത്തിരയിളക്കിയാണ് LDF സ്ഥാനാർത്ഥി സി ദിവാകരന്റെ പ്രചരണം പുരോഗമിക്കുന്നത്. സ്വീകരണ കേന്ദ്രങ്ങളിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും പങ്കാളിത്തവും ശ്രദ്ധേയമാവുകയാണ്. അതുകൊണ്ട് തന്നെ ആദ്യ 2 ഘട്ട പ്രചാരണം പൂർത്തിയാകുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ദിവാകരൻ. ശക്തമായ കൊടുങ്കാറ്റ് പോലെയുള്ള പ്രചരണങ്ങളാണ്. അത്ഭുതകരമായ സ്വീകരണമാണ്. യുവജനങ്ങളുടെ ആവേശകരമായ മുന്നേറ്റമാണ്. അനുഭവങ്ങളെല്ലാം ആവേശകരമാണ്. പാർട്ടിക്കുള്ളിൽ നിന്നും വേണ്ട പിന്തുണ ലഭിക്കാത്തതാണ് UDF സ്ഥാനാർത്ഥി ശശി തരൂരിനെ ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നത്. കല്ലുകടികളെല്ലാം അതിജീവിക്കുകയാണ് തരൂരിന്റെ ലക്ഷ്യം. എന്നാൽ ഇവയൊന്നും തന്റെ വിജയത്തെ ബാധിക്കില്ല എന്നതാണ് തരൂരിന്റെ പ്രതീക്ഷ. ഞാനിപ്പോൾ മുന്നോട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എന്നെ എങ്ങനെയും താത്താൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഓരോരോ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ് മാധ്യമത്തിൽ. അവസാനത്തിൽ ജനങ്ങൾ അവരെ വോട്ടുകൊണ്ട് തീരുമാനിക്കും. അപ്പോൾ ഈ മാധ്യമത്തിന്റെ വിവാദങ്ങൾ മാധ്യമത്തിൽ തന്നെ ഇരുന്നോട്ടെ. ഏത് വിധേനയും തലസ്ഥാന മണ്ഡലത്തിൽ കന്നി വിജയം സ്വന്തമാക്കുകയാണ് NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരന്റെ ലക്ഷ്യം. വികസനത്തിലൂന്നിയാണ് കുമ്മനത്തിന്റെ പ്രചാരണം. കഴിഞ്ഞ ഇത്രയും നാളുകളായി LDFും UDFും ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് പോയിട്ടുണ്ട്. ഈ മണ്ഡലത്തിന് യാതൊരുവിധ വികാസവും ഇല്ല. അതുകൊണ്ട് വികസനം തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. ഏതായാലും 3 സ്ഥാനാർത്ഥികളും പ്രചാരണ രംഗത്ത് വലിയ പോരാട്ടം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരത്തിന് വേദിയാകുന്ന തിരുവനന്തപുരം മണ്ഡലം പ്രവചനങ്ങൾക്കും അതീതമാണ്. ഷീജ, തിരുവനന്തപുരം. കോൺഗ്രസിൽ വീണ്ടും ഗ്രൂപ്പ് പോര് രൂക്ഷം.
തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂരിന് വേണ്ടി പ്രവർത്തനത്തിനിറങ്ങാത്തതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ മണ്ണന്തലയിലെ കോൺഗ്രസ് വാർഡ് കമ്മിറ്റി പിരിച്ചുവിട്ടു. നേതാക്കന്മാർ തമ്മിലുള്ള തർക്കം രൂക്ഷമായതോടെ തരൂരിന്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ഒരു വിഭാഗം പൊളിച്ചു നീക്കി. തിരുവനന്തപുരത്ത് ശശി തരൂരിനെ UDF സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചതു മുതൽ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിൽ സംഘർഷം ആരംഭിച്ചിരുന്നു. പ്രതികരണവുമായി പരസ്യമായും അല്ലാതെയും നേതാക്കൾ രംഗത്തു വന്നു. ഇത്തരം തർക്കങ്ങളുടെ കെട്ടടങ്ങും മുമ്പാണ് കഴിഞ്ഞ ദിവസം മണ്ണന്തലയിലും സംഘർഷം രൂക്ഷമായത്. ഇലക്ഷൻ പ്രചരണത്തിൽ നിന്ന് കോൺഗ്രസിന്റെ മുൻ മണ്ഡലം പ്രസിഡന്റ് CV രാജേന്ദ്രൻ വിട്ടുനിൽക്കുന്നത് തർക്കത്തിനിടയാക്കി. എന്നാൽ നേതാക്കൾ ഇടപെട്ട് ഐ ഗ്രൂപ്പ് നേതാവായ മുൻ മണ്ഡലം പ്രസിഡന്റിനെ സമവായ ചർച്ചയിലൂടെ രംഗത്ത് കൊണ്ടുവന്നു. പിന്നീട് എ ഗ്രൂപ്പ് നേതാവായ ബ്ലോക്ക് പ്രസിഡന്റ് ജയനും ഒപ്പമുള്ളവരും ഇതിനെതിരെ പരസ്യമായി രംഗത്തുവന്നു. തുടർന്നുണ്ടായ തർക്കത്തിൽ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ തരൂരിന്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് പൊളിച്ചു നീക്കുകയും ചെയ്തു. എന്നാൽ വാർത്ത പുറത്തു വന്നതോടെ നേതാക്കൾ ഇടപെട്ട് രണ്ടു കൂട്ടരുമായി ചർച്ച നടത്തി പ്രശ്നം പരിഹരിച്ച് കമ്മിറ്റി ഓഫീസ് വീണ്ടും നിർമ്മിച്ചു. എനിക്കൊന്ന് 2 ദിവസം മുമ്പ് ഈ പന്തൽ പൊളിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം ഇപ്പോൾ വളരെ വേഗത്തിൽ കെട്ടിയതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു പന്തൽ എന്തായാലും ഉണ്ട്. ഇന്ന് കെട്ടിയതാവാനാണ് സാധ്യത. എന്തായാലും ഇന്ന് രാവിലെ ഉച്ചവരെ ഇവിടെ ഈ പന്തലില്ലായിരുന്നു. ഇതിപ്പം കെട്ടിയതേ ഉള്ള പന്തൽ ഇപ്പോൾ കെട്ടിയ നേരത്തെ ഇവിടെ ഇല്ലായിരുന്നു. ഇവിടെ ഇല്ല, ഇപ്പോഴാണ് കെട്ടിയ. അല്ല, ഇന്ന് മെനങ്ങാന്ന് അങ്ങോട്ട് ഇവിടെ ഉണ്ടായിരുന്നു. മെനങ്ങാന്ന് ചെറിയൊരു പന്തൽ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അത് പൊളിച്ചു മാറ്റി. എന്താ വിഷയം എന്തായിരുന്നു? അത് വേറെ ഇത് സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട് പൊളിച്ചു വേറെ കിട്ടിയ. കമ്മിറ്റി ഓഫീസ് വീണ്ടും നിർമ്മിച്ചെങ്കിലും മുൻ മണ്ഡലം പ്രസിഡന്റായ CV രാജേന്ദ്രനെതിരെ വലിയ വിമർശനമാണ് മറ്റു നേതാക്കൾക്കുള്ളത്. അതിനാൽ കോൺഗ്രസിന്റെ ഇലക്ഷൻ പ്രചരണത്തെ ഇത് ബാധിക്കുമെന്ന് ഉറപ്പാണ്. 2 ദിവസം മുമ്പാണ് DCC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ തിരുവനന്തപുരം മണ്ഡലത്തിൽ തരൂരിനു വേണ്ടി പ്രചരണത്തിനിറങ്ങാത്തവർക്കെതിരെ പരാതി നൽകുമെന്ന് പറഞ്ഞ് പരസ്യമായി രംഗത്തെത്തിയത്. ഇത് BJPയുമായി കോൺഗ്രസ് നടത്തിയ രഹസ്യധാരണയെന്നാണ് പുറത്തുവരുന്ന തെളിവുകൾ സൂചിപ്പിക്കുന്നത്. റിനു ശ്രീധർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പിന് നാളുകൾ മാത്രം ശേഷിക്കെ എറണാകുളം നഗരത്തെ ആവശ്യത്തിലാഴ്ത്തി ഇടതു യുവജന പ്രസ്ഥാനങ്ങളുടെ യൂത്ത് മാർച്ച്. ഇടപ്പള്ളി മുതൽ രാജേന്ദ്ര മൈതാനം വരെ നടന്ന യൂത്ത് മാർച്ച് 1000-ലധികം പ്രവർത്തകർ പങ്കെടുത്തു. രാജേന്ദ്ര മൈതാനത്ത് നടന്ന പൊതുയോഗം M. സ്വരാജ് MLA ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ഫോർ രാജീവ്, വോട്ട് ഫോർ ക്വാളിറ്റി എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കൊച്ചിയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി P. രാജീവിന്റെ പ്രചരണാർത്ഥം യൂത്ത് മാർച്ച് സംഘടിപ്പിച്ചത്. വൈകിട്ട് ഇടപ്പള്ളിയിൽ നിന്ന് ആരംഭിച്ച യൂത്ത് മാർച്ചിൽ ആയിരക്കണക്കിന് യുവാക്കൾ പങ്കെടുത്തു. 10 കിലോമീറ്ററിലധികം ദൂരം ചുട്ടുപൊള്ളുന്ന വെയിലിനെ അവഗണിച്ച പ്രകടനം രാജേന്ദ്ര മൈതാനിയിലെത്തി. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ P. രാജീവ് ഉൾപ്പെടെ നിരവധി നേതാക്കൾ പങ്കെടുത്തു. ഭരണകൂടത്തിന്റെ എല്ലാ ഉപകരണങ്ങളും മോദി സർക്കാർ വർഗീയവൽക്കരിച്ചെന്ന് P. രാജീവ് പറഞ്ഞു. മോഡിയുടെ 5 വർഷം ഭരണകൂടത്തിന്റെ എല്ലാ ഉപകരണങ്ങളെയും അങ്ങേയറ്റം വർഗീയവൽക്കരിച്ചിട്ടുണ്ട്. ഒരു ഗവൺമെന്റ് മാറി മറ്റൊരു ഗവൺമെന്റ് വന്നു എന്നതുകൊണ്ട് മാത്രം മതനിരപേക്ഷത ഉറപ്പുവരുത്താൻ കഴിയില്ല. ഭരണകൂടത്തിന്റെ ഉപകരണങ്ങൾ അത് ആഭ്യന്തരമാകാം, വിദ്യാഭ്യാസമാകാം, പ്രതിരോധമാകാം, ശാസ്ത്ര സാങ്കേതിക വിദ്യയാകാം. അതെല്ലാം നിയന്ത്രിക്കപ്പെടുന്നത് പുറത്തു നിന്നായിരിക്കും, ബാഹ്യശക്തികളായിരിക്കും. തിരക്കിട്ട പ്രചരണ പരിപാടികൾക്കിടയിലാണ് P. രാജീവ് രാജേന്ദ്ര മൈതാനിയിലെത്തിയത്. ഇടപ്പള്ളി മുതൽ രാജേന്ദ്ര മൈതാനം വരെയുള്ള വിവിധ കേന്ദ്രങ്ങളിൽ യൂത്ത് മാർച്ചിന് സ്വീകരണമൊരുക്കിയിരുന്നു. കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി 9 ദിവസം മാത്രം ശേഷിക്കെ എതിർ സ്ഥാനാർത്ഥികളെക്കാൾ പ്രചരണത്തിൽ ഏറെ മുന്നിലാണ് രാജീവ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.